ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം. ഈ ദിനത്തിൽ ഗാന്ധിജിയുടെ ജീവിതം ഒരു സമകാലിക വായന എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു ഡോക്ടർ മുജീബ് റഹ്മാൻ, കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ. ഗാന്ധിജി ഒരു അത്ഭുത പ്രതിഭാസമായി ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. 500 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്ന രീതിയിലാണ് പ്രശസ്ത ചരിത്രകാരനായ രാമചന്ദ്ര ഗുഹ ഗാന്ധിജിയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഐൻസ്റ്റീൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം, ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഭാവി തലമുറ അവിശ്വസിക്കും എന്നായിരുന്നു. ഈ അർത്ഥത്തിൽ ഗാന്ധിജി നൂറ്റാണ്ടുകളായി ഇനി വരുന്ന സമൂഹത്തിലും ഒരേപോലെ തന്നെ സ്വീകരിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ വരികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഗാന്ധിജി എന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ പിതാവായി നാം സ്വീകരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഈ അടുത്തുണ്ടായ ഒരു പരാമർശം വളരെ തമാശയ്ക്കും അപ്പുറമുള്ള ഒരു കാര്യമാണ്. അതായത്, ഗാന്ധി എന്ന അറ്റൻബറോ സിനിമ വന്നതിന് ശേഷമാണ് ലോകം ഗാന്ധിജിയെ അറിയുന്നത് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, രാഷ്ട്രതന്ത്രത്തിൽ തന്നെ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗാന്ധിജിയെ നമ്മുടെ രാജ്യത്തിലുള്ള ചില ശക്തികൾ വധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രവും അത് തിരുത്തി എഴുതാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ ഗാന്ധിജി നമ്മുടെ പുതിയ ലോകത്തിൻ്റെ, അല്ലെങ്കിൽ സമകാലിക സമൂഹത്തിൽ പുതിയ വായനകൾ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരായിരുന്നു ഗാന്ധിജി, അല്ലെങ്കിൽ ഗാന്ധിജി ഇന്ത്യക്കും ലോകത്തിനും കൊടുത്ത സന്ദേശം എന്താണ്? ആ സന്ദേശങ്ങൾക്ക് പിറകിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യ പടിയിൽ അന്വേഷിക്കുന്നത്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ദർശനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സത്യവും ധർമ്മവും അടിസ്ഥാനപ്പെടുത്തിയാണ് ഗാന്ധിജിയുടെ ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത്. സത്യഗ്രഹം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സമരായുധം തന്നെ വികസിപ്പിക്കുന്നത് സത്യത്തിലും ധർമ്മത്തിലും ഊന്നി നിന്നുകൊണ്ടാണ്. ഈ ഒരു സത്യഗ്രഹമാണ് അതുവരെയും, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ വരവ് വരെയും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ സമരത്തിൻ്റെ ഒരു പുതിയ മുഖം തുറക്കുന്നത്. 1916 ശേഷം ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഗാന്ധിജിയുടെ ഇടപെടൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെയും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെയും അടിമുടി മാറ്റിമറിച്ചു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സത്യത്തിലും അതുപോലെ തന്നെ ധർമ്മത്തിലും ഊന്നിയുള്ള പ്രവർത്തനമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം പിന്തുടർന്ന സമരരീതി അഹിംസാത്മകമായിരുന്നു. അഹിംസ എന്ന് പറയുന്ന ഒരു ആയുധത്തെ അദ്ദേഹം കണ്ടത് അത് ശക്തരുടെ ആയുധമായിട്ടാണ്. അത് ബലഹീനരുടെ ആയുധമായിട്ട് പലരും പരിഗണിച്ചപ്പോൾ ഏറ്റവും ശക്തമായ, ലോകത്ത് തന്നെ അന്ന് ശക്തമായിട്ടുള്ളതിൽ ഏറ്റവും വലിയ ശക്തിയായിരുന്നല്ലോ ബ്രിട്ടീഷുകാർ. അവരുടെ ആയുധങ്ങൾക്ക് മുന്നിൽ ഒരു മടിയും കൂടാതെ, ഒരു ഭയവും കൂടാതെ തൻ്റെ കയ്യിലുള്ള ഏക ആയുധം അഹിംസയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗാന്ധിജി മുന്നോട്ട് പോയത്. അതിൻ്റെ തുടർച്ചയായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം. ഇത് കൂടാതെ ഈ ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മത സൗഹാർദ്ദം, ജനാധിപത്യം, മതേതരത്വം, സ്വാശ്രയത്വം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗാന്ധിജി എല്ലാ കാലഘട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ ഊന്നി നിന്ന മൂല്യങ്ങൾ ഇതെല്ലാമായിരുന്നു. എന്നാൽ ഗാന്ധിജിയെ ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ ഒരു കലവറയാക്കി തീർത്തത് അദ്ദേഹം സ്വീകരിച്ച ഇതിൻ്റെ എല്ലാം തന്നെ ഉറവിടങ്ങൾ
മറ്റു പല മതങ്ങളിലോ അതുപോലെ തന്നെ തത്വചിന്തകരിലോ ഒക്കെ ആയിരുന്നു. ഉദാഹരണമായിട്ട് അഹിംസ എന്ന ആശയം ഗാന്ധിജി ആർജിച്ചിരിക്കുന്നത് ജൈനമതത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ നിന്നാണ് നിഷ്കാമ കർമ്മം എന്ന ആശയം ഗാന്ധിജി സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഗാന്ധിജിയെ പഠിപ്പിച്ചത് ക്രിസ്തുമതമാണ്. ഈ ആശയം സ്വീകരിക്കുക മാത്രമല്ല, ഫിഷറിനെ പോലുള്ള ആളുകൾ, ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ഫിഷറിനെ പോലുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത് ഗാന്ധിജി എത്രത്തോളം ഒരു ഇന്ത്യനായിരുന്നോ ഹിന്ദുവായിരുന്നോ അത്രത്തോളം തന്നെ ഗാന്ധിജി ഒരു ക്രിസ്തുമത വിശ്വാസിയുമായിരുന്നു എന്ന് ഫിഷറിനെ പോലുള്ള ആളുകളെ പറയാൻ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഒരാശയത്തിൻ്റെ ബലത്തിലാണ്. അതുപോലെ ലിയോ ടോൾസ്റ്റോയുടെ ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾക്കുള്ളിൽ തന്നെയാണ് എന്ന ദർശനമാണ് ഗാന്ധിജിയെ ഒരു പാസീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹന സമരം എന്ന് പറയുന്ന ഒരു ആയുധം സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഹെൻറി തോറോയുടെ, പ്രശസ്ത ചിന്തകനായിട്ടുള്ള തോറോയുടെ സിവിൽ നിയമലംഘനം എന്ന് പറയുന്ന ആശയവും ഗാന്ധിജിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് സർവോദയം, അന്ത്യോദയം എന്നീ ഗാന്ധിയൻ ആശയങ്ങൾ ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന ദർശനത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളിൽ വികസനം എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ വികസനം പൂർണ്ണമാവൂ എന്നായിരുന്നു ഈ ആശയത്തിൻ്റെ ഒരു അന്തസത്ത. അത് ഗാന്ധിജിയുടെ ദർശനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും നമുക്കത് വ്യക്തമായിരുന്നു. ഇതുകൂടാതെ റസ്കിൻ, അതുപോലെ റാൽഫ് വാൾഡോ എമേഴ്സൺ, ലിയോ ടോൾസ്റ്റോയ് എന്നീ പ്രമുഖ ചിന്തകരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ പരുവപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഗാന്ധിജിയുടെ സ്വാശ്രയത്വം എന്ന് പറയുന്ന വികസനത്തിനെ കുറിച്ചുള്ള സങ്കല്പം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാർഷിക രാജ്യം കൊളോണിയലിസത്തിൻ്റെ പിടിയിൽ അമർന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ സമ്പദ്ഘടനയും അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികളും കർഷകരും കരകൗശല വിദഗ്ധരുമെല്ലാം തന്നെ അവരുടെ സമ്പത്തിൻ്റെ ഉറവിടങ്ങളെല്ലാം തന്നെ നശിച്ചു പോയിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ചോർക്കുന്ന ഒരു ഇക്കണോമിക് ഡ്രെയിൻ എന്നൊരു പ്രതിഭാസം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ കർഷകരും അതുപോലെ തന്നെ കൈത്തൊഴിലുകാരും വളരെ കഷ്ടപ്പെടുന്ന ഒരു അവസരത്തിലാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഗാന്ധിജി അവതരിപ്പിക്കുന്നത്. ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് ഗ്രാമത്തിൻ്റെതായ, അതായത് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്നാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചൊരു വാദം, പ്രധാനപ്പെട്ട ഒരു വാദം. അപ്പോൾ ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമം ഒരു സെൽഫ് സഫിഷ്യൻ്റായ അല്ലെങ്കിൽ സ്വാശ്രയത്വപൂർണമായിട്ടുള്ള ഒരു ഇക്കണോമിക്, ഒരു സാമ്പത്തിക യൂണിറ്റാണെന്നും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരാശയം. അതാണ് പിന്നീട് നമ്മുടെ പഞ്ചായത്തി രാജ് നിയമമൊക്കെ ആയിട്ട് മാറുന്നതിൽ വരെ എത്തി നിൽക്കുന്ന ഒരു ചിന്ത. അപ്പം ഈ നമ്മുടെ പ്രകൃതിയെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മുടെ വികസനവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം എന്നൊക്കെ കുറിച്ച് ഗാന്ധിജി വളരെ വ്യക്തമായ ഒരു ചിത്രം മുന്നോട്ട് വച്ചിരുന്നു. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നെഹ്റുവും ഗാന്ധിയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണ ശകലം. അതായത് തൻ്റെ സന്ധ്യാവന്ദനത്തിൻ്റെ തൊട്ടു മുമ്പായി അംഗശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗാന്ധിജി. തൊട്ടടുത്തുള്ള യമുനാ നദിയുടെ കരയിൽ വെച്ചാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ജവഹർലാൽ നെഹ്റു കയറി വരികയും ഒരുപാട് ചോദ്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഗാന്ധിജിയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നെഹ്റുവിനോട് ഗാന്ധിജി പറയുന്നത്, ജവഹർലാൽ, ഞാൻ അംഗശുദ്ധി വരുത്തുന്നതിനിടെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ താങ്കൾ നിർത്തിവെക്കും. കാരണം നിങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് ഞാൻ എത്രത്തോളം വെള്ളമാണ് അമിതമായി ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഈ ഒരു പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച തുടരാം എന്നായിരുന്നു ഗാന്ധിജി നെഹ്റുവിനോട് പറയുന്നത്. അപ്പോൾ ഇതിനർത്ഥം തനിക്ക് പ്രകൃതിയിൽ നിന്ന് എത്രത്തോളം വിഭവങ്ങൾ എടുക്കാം
എത്രത്തോളം ഉപയോഗിക്കാം എന്നതിന് ഒരു നിശ്ചയമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു നിശ്ചിതമായ അളവുണ്ട് എന്ന് ഗാന്ധിജി ലോകത്തിന് ഒരു സന്ദേശം നൽകുകയായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വികസനത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും നമ്മുടെ വിഭവങ്ങളെക്കുറിച്ചും ഓരോ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം ഗാന്ധിജി വളരെ വ്യക്തമായ ധാരണ വെച്ചു പുലർത്തിയിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇന്ത്യയിലെ സമൂഹത്തിലെ നാനാജാതി വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ഇൻക്ലൂസീവിസം, ഇന്ന് നമ്മുടെ ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് ഈ ഉൾക്കൊള്ളൽ എന്ന് പറയുന്നത്. ഇൻക്ലൂസീവായിരിക്കുക. ദേശീയത എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ആധുനികമായൊരു പ്രതിഭാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂഷ്യവശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്ക്ലൂഷനാണ്, അല്ലെങ്കിൽ പ്രവർജനമാണ്, ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. ആളുകളെ, പല വിഭാഗം ജനങ്ങളെയും ദേശീയതയുടെ ഫ്രെയിമിനകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഗാന്ധിജിയുടെ ആശയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ വിഭാഗം ജനങ്ങളെയും, അതായത് മതജാതി വർഗ വിഭാഗങ്ങൾ, പല വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഇന്ത്യക്കകത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിനകത്ത് ഒരു നൂലിനാൽ അല്ലെങ്കിൽ ഒരു ചരടിനാൽ കണ്ണി ചേർക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ അടിസ്ഥാനപരമായ ആശയം. അത് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും സജീവ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അത് പുലർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗാന്ധിജിയെക്കുറിച്ച് പൊതുവിൽ പറയപ്പെടുന്ന ഒരു കാര്യം, ഗാന്ധിജി ഒരേ സമയം ഒരു പാരമ്പര്യവാദിയും അതേസമയം ഒരു ആധുനികനുമായിരുന്നു എന്നുള്ളതാണ്. അത് ഗാന്ധിജിയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാനും കഴിയും. ഗാന്ധിജി തൻ്റെ പഠനത്തിനും അതുപോലെ തന്നെ ആദ്യകാലത്തെ ജോലിക്കും ശേഷം ഗാന്ധിജിയുടെ മട്ടും ഭാവവും അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളൊക്കെ വലിയൊരു മാറ്റത്തിന് വിധേയമായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പല ചിത്രങ്ങളിലും വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ പാശ്ചാത്യ വേഷമാണ് ധരിക്കുന്നത്. പക്ഷേ പിന്നീട് ഇന്ത്യയിൽ വരികയും 1916 ഇന്ത്യയെ തൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം എന്താണ് ഇന്ത്യ, എങ്ങനെയാണ് ഇന്ത്യ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. അതോടുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നു, ഈ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്നത് ദരിദ്ര നാരായണന്മാരുടെ ഒരു രാജ്യമാണ്. ഈ ഒരു രാജ്യത്തിൽ ഇത്രത്തോളം ആഡംബരപൂർണമായി വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നുമുള്ള അവകാശം എന്നെപ്പോലെ ഒരു മനുഷ്യനില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തൻ്റെ വസ്ത്രധാരണത്തിൽ ഒരു ഒറ്റ തുണി മാത്രമുള്ള ഒരു വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതകാലം മുഴുവനും ജീവിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഈ ഒരു വേഷവുമായിട്ടാണ് കൊടുന്തണുപ്പിൽ ലണ്ടനിൽ എത്തപ്പെട്ടത് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്നത്, ഒരു അർദ്ധനഗ്നനായ ഫക്കീർ എന്ന പേരിൽ കളിയാക്കുന്നത് ആ ഒരു അവസരത്തിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഒട്ടും തന്നെ വകവയ്ക്കാതിരുന്ന ഒരു മനസ്സായിരുന്നു ഗാന്ധിജിയുടേത്. തൻ്റെ വിമർശനങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ എല്ലാ വിമർശനങ്ങളെയും അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഗാന്ധിജി തന്നെ തൻ്റെ കളക്റ്റഡ് വർക്ക്സ്, അദ്ദേഹത്തിൻ്റെ കൃതികളുടെ സമാഹാരം 100ഓളം വോള്യങ്ങളിൽ അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നത്, ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ ഏറ്റവും അവസാനത്തെ അഭിപ്രായമാണ് വായനക്കാരൻ സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഓരോ വിഷയത്തെക്കുറിച്ചുമുള്ള തൻ്റെ അഭിപ്രായങ്ങൾ മാറ്റുകയും, അതായത് പരിഷ്കരിച്ചത് മിക്കവാറും പലരുടെയും വിമർശനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളുക, അതുപോലെ അത് തിരിച്ചറിയുക, അതിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ തിരുത്തലുകൾ വരുത്തുക എന്ന ഒരു ആധുനികമായിട്ടുള്ള ഒരു സത്യാന്വേഷകൻ്റെ രീതി അദ്ദേഹം പിന്തുടർന്നിരുന്നു.
അപ്പം ഗാന്ധിജി ഇത്തരത്തിൽ ഒരു പുരോഗമനവാദിയും അതേസമയം ഒരു പാരമ്പര്യവാദിയുമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എല്ലാ വാദങ്ങളും എല്ലാ രീതിയിലുള്ള നിലപാടുകളും അദ്ദേഹം തിരഞ്ഞെടുത്തത് മനുഷ്യന് എത്രത്തോളം അത് അനുകൂലമായിരിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗാന്ധിജി ഇന്ത്യക്ക് വേണ്ട ഭരണരീതികൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതികൾ, ഇന്ത്യയിൽ നിലനിൽക്കേണ്ട വികസന മാതൃകകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹിന്ദ് സ്വരാജ് എന്ന കൃതിയിലൂടെയാണ് വെളിപ്പെടുന്നത്. അത് ഒരു പക്ഷേ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ് മോഡേൺ വായനയാണെന്ന് പൊതുവിൽ അഭിപ്രായപ്പെടുന്ന ചിന്തകരുണ്ട്. ഇന്ത്യയെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ ഉള്ളൊരു പഠനമാണ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നത്. ആധുനികമായ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ സമ്പദ്ഘടനയെ സസൂക്ഷ്മം വിലയിരുത്തുകയും വിമർശിക്കുകയും ഇന്ത്യയുടെ ബദൽ എന്തായിരിക്കണം എന്നുള്ളത് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുള്ള ഒരു കൃതിയാണിത്. അപ്പോൾ ഗാന്ധിജി കേവലമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അതല്ലെങ്കിൽ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സ്വാതന്ത്ര്യ സമര ഭടനോ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും മുഴങ്ങിക്കേട്ടിരുന്ന ഒരു കാര്യം ഹിന്ദു മുസ്ലിം ഐക്യം എന്ന് പറയുന്നതായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ രചനകളിലും അതുപോലെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. 1919 ഗാന്ധിജി വളരെ തന്ത്രപൂർവം മുസ്ലിങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുപയോഗിച്ച ഒരു ആയുധമായിരുന്നു ഖിലാഫത്ത് എന്ന് പറയുന്ന ആശയം. 1919 സഖ്യകക്ഷികൾ തുർക്കിയോട് കാണിച്ച ഒരു അപരാധം, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതൊരു മുസ്ലിം വിഷയമായിരുന്നിട്ട് കൂടി അതിനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത് ഗാന്ധിജിയുടെ രാഷ്ട്രതന്ത്രജ്ഞതയായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ കാണുന്നത് അതുവരെയും ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും മാറി നിന്ന മുസ്ലിങ്ങളെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കണ്ണി ചേർക്കാൻ വേണ്ടി ആണ് അദ്ദേഹം അതിനെ ഉപയോഗിക്കുന്നത്. അപ്പം ന്യൂനപക്ഷങ്ങളായിരുന്ന മുസ്ലിങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരികയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. അത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുള്ള സമരമാണ്. 1920-21 കാലഘട്ടത്തിൽ വൻതോതിൽ ഇന്ത്യ ആകമാനം ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ നഗരങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിനെതിരായി വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ഇത് ഗാന്ധിജിയെക്കുറിച്ച് ബിപിൻ ചന്ദ്രയെ പോലുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യം, ഗാന്ധിജി ഒരേ സമയം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു, രാഷ്ട്രീയക്കാർക്കിടയിലെ ഒരു സന്യാസിയും അതുപോലെ തന്നെ സന്യാസിമാർക്കിടയിലെ ഒരു രാഷ്ട്രീയക്കാരനുമായിരുന്നു എന്നാണ്. അതായത് അദ്ദേഹത്തിന് ഒരു ആത്മീയതയുടെ ഒരു തലം പലപ്പോഴും ഉണ്ടായിരുന്നു. അതേസമയം തന്നെ അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. രാഷ്ട്രീയത്തെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ഉപയോഗിക്കുന്ന പല സന്ദർഭങ്ങളും വരുന്നുണ്ട്. ഗാന്ധിയൻ സമരമുറകളാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് ഏറ്റവും അഭികാമ്യമെന്ന് അന്നത്തെ സമൂഹം തിരിച്ചറിഞ്ഞു. കാരണം ആ കാലഘട്ടത്തിലെ വിപ്ലവകാരികളുണ്ടായിരുന്നു, തീവ്രവാദികളുണ്ടായിരുന്നു, പല രീതിയിലുള്ള മത രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ ഇന്ത്യയുടെ മനസ്സ് തൊട്ടറിയാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി ഗാന്ധിജിയെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗാന്ധിജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ത്യക്കാരനായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിച്ചമായി തീരാൻ സാധിക്കുന്നത് ഗാന്ധിജിക്ക് മാത്രമായിരിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. ഗാന്ധിയൻ ആശയങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ ആധുനികമായ സ്വതന്ത്ര ഇന്ത്യയുടെ ഏറ്റവും പ്രകാശപൂർണമായ വഴിവെളിച്ചമായി നിലകൊണ്ടത്. അത് വരും കാലഘട്ടത്തിൽ വരും തലമുറയ്ക്ക് ഒരു വെളിച്ചമായി തീരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ സമകാലീന ഇന്ത്യയുടെ രാഷ്ട്രീയവും
സാമൂഹ്യവുമായ ഒരു മണ്ഡലത്തിൽ ഗാന്ധിയൻ മൂല്യങ്ങൾക്കുള്ള സാധ്യത, അതിൻ്റെ അന്വേഷണത്തിലേക്കുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ടോക്ക് ഓണിൽ ഇതുവരെ ഗാന്ധിജിയുടെ ജീവിതം ഒരു സമകാലിക വായന എന്ന വിഷയത്തിൽ സംസാരിച്ചത് ഡോക്ടർ മുജീബ് റഹ്മാൻ, കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ.